ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പയൽ റീഡിംഗ് ആണ്. അതിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു ആഗ്രഹം സാധിക്കുമെങ്കിൽ അത് എപ്പോഴാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ 2 പയൽസ് വെച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് പയൽ എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പർ 1111 ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് പയൽ എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പർ 8888 ആണ്. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ 2 പയൽസിൽ നിന്ന് ഒരു പയൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് വെച്ചിട്ട് നോക്കാം. 1111 ആണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത്, അല്ലെങ്കിൽ 8888 ആണോ എന്നിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ 1, 2, അപ്പോൾ 1 ആണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള നമ്പർ, അല്ലെങ്കിൽ 2 ആണോ, അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ പയലിലും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്ന് പറയുന്നതിന് മുൻപായിട്ട് നമുക്കതിൽ കിട്ടിയിരിക്കുന്ന കാർഡുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പയൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ ചില സ്വഭാവ സവിശേഷതകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്നതാണോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ അതും നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്ത ആ ഒരു പയലും നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റീഡിങ്ങും നിങ്ങളുടേത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെങ്കിൽ നിങ്ങൾ അടുത്ത പയൽ കൂടി കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ പയൽ സെലക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു 5 സെക്കൻഡ്സ് നിങ്ങൾ ഈ 2 പയലും നോക്കി അതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നത്, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കി പ്രേ ചെയ്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയലായിട്ടുള്ള ഏഞ്ചൽ നമ്പർ 1111 സെലക്ട് ചെയ്ത വ്യക്തികളുടെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ കാർഡായിട്ട്, അതായത് പയലായിട്ട് വെച്ചിരുന്ന കാർഡ് എന്ന് പറയുന്നത് ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ജഡ്ജ്മെൻറ്റ്, ഹാങ്ഡ് മാൻ, ക്വീൻ ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഡെത്ത്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് സോഡ്സ് ആണ്. ഇവിടെ ഈ ഒരു കാർഡ്സ് പറയുന്നത് ഈ പയൽ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ധാരാളം പ്രതിസന്ധികൾ തരണം ചെയ്ത് പോന്നിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധികൾ, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ള ആ ഒരു റിസ്ക് ഒരു പക്ഷേ മറ്റൊരാളുടെ ലൈഫിലാണെന്നുണ്ടെങ്കിൽ അവർക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം ഇതെങ്ങനെ നിങ്ങൾ സഹിക്കുന്നു, എങ്ങനെ നിങ്ങളിത് ഓവർകം ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇത്രയും പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെട്ട് നിങ്ങളൊന്ന് കാല് നീട്ടിയിരിക്കുക എന്ന് പറയില്ല, ആ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നതിന് മുൻപ് അടുത്തൊരു പ്രശ്നം നിങ്ങളെ തേടി വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ കുരുക്കഴിച്ച് നിങ്ങൾ മറ്റൊന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘോഷയാത്ര പോലെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നിങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആദ്യമേ ഒന്ന് തളർന്നു പോകും, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് തന്നെ നിങ്ങൾ പരിതപിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പലതും നടന്നു കാണും. പക്ഷെ അവസാനം നിങ്ങൾ എല്ലാ മെൻ്റൽ സ്ട്രെങ്ത്തും സംഭരിച്ച് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പയൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ, അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം വൈകിയേ വന്നു ചേരുള്ളൂ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടില്ല. വെറുതെ ഒരു അനാവശ്യമായ ഒരു ഡിലേ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങൾക്കും ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുക. ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹങ്ങൾ നിങ്ങൾ തന്നെ മറന്നുപോയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടാവാം. ആ ഒരു സമയത്താണ് നിങ്ങൾക്കിത് ലഭിക്കുക. ഇനി ഈ ഒരു പയൽ ചൂസ് ചെയ്തവരെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള വ്യക്തികളാണെന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളെ അടുത്തറിയാവുന്നവർക്ക് പോലും നിങ്ങളൊരു സെൻസിറ്റീവായിട്ട് അത്ര വേഗം ദുഃഖിക്കുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിന് മുറിവേൽക്കുന്നൊരു വ്യക്തിയാണെന്ന് അറിയാൻ പാടുണ്ടാവില്ല. കാരണം മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ വളരെ ബോൾഡായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും അവർ കാണുക.
നിങ്ങളുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളെല്ലാം കഴിവതും നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളായിട്ട് വെക്കാൻ തന്നെയാണ് നിങ്ങൾ ശ്രമിക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പരിധി വിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രശ്നം പോകുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറം ആകുമ്പോഴായിരിക്കണം നിങ്ങൾ മറ്റൊരാളോട് അത് ഷെയർ ചെയ്യുന്നത് പോലും. അതുപോലെ തന്നെ നിങ്ങൾ നല്ലത് വിചാരിച്ച് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണമാവട്ടെ എന്ന് കരുതി ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം പിന്നീട് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ആ ഒരു കാര്യം ചെയ്തു കൊടുത്തപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു അപ്രിസിയേഷനോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് ഭാവിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചീത്തപ്പേര്, അല്ലെങ്കിൽ ആ ഒരു സംഭവം കൊണ്ട് നിങ്ങൾക്ക് വെറുതെ ഒരു ആവശ്യവുമില്ലാതെ മറ്റുള്ളവരുടെ പഴി കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സത്യത്തിനും നീതിക്കും ന്യായത്തിനുമെല്ലാം ഒരുപാട് വില കൊടുക്കുന്ന വ്യക്തികളാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങൾ എന്ത് വില കൊടുത്തും രക്ഷിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ആപത്തുണ്ടാകുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ തീർച്ചയായിട്ടും 100% കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ച് കിട്ടാറില്ല. നിങ്ങൾക്ക് ഈ കൊടുക്കൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കായിട്ട് ഒന്നും ഇങ്ങോട്ട് വാങ്ങാനായിട്ട് കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതേ അളവിൽ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ പലപ്പോഴും നിങ്ങൾ അസ്വസ്ഥരാവാറുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങളെ കുറച്ചധികം ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൈൽ ചൂസ് ചെയ്തവരിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ പ്രായത്തിനിടയ്ക്ക് നിങ്ങൾക്കൊരു വലിയ നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു പൈൽ ചൂസ് ചെയ്തതിൽ ഭൂരിഭാഗം ആൾക്കാരും, അല്ലെങ്കിൽ ഒരു 100% ആൾക്കാരും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കാരണം അത്രയധികം നമുക്ക് ഈ കാർഡ്സിൻ്റെ എനർജി അത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന ഒരു വലിയ നഷ്ടം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു പക്ഷേ നിങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വാല്യൂ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ വിയോഗമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ തിരഞ്ഞെടുത്തൊരു തൊഴിൽ മേഖല നിങ്ങൾക്ക് നഷ്ടമായി പോയതായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള പ്രണയനഷ്ടവുമാവാം. അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്കൊരു വലിയ നഷ്ടം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവകകൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് നിങ്ങളിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റും ആരൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആൾക്കാരോ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ നിങ്ങൾ പലപ്പോഴും ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്. ആരൊക്കെ നിങ്ങളുടെ ചുറ്റിനും ഉണ്ടായെങ്കിലും നിങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങി ഒറ്റയ്ക്കായിപ്പോയ പല സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പൈൽ ചൂസ് ചെയ്തവരുടെ സ്വഭാവ സവിശേഷതകളായിട്ടും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിട്ടും നമുക്ക് ഈ കാർഡ്സ് പറഞ്ഞു തരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം നടന്നു കിട്ടും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് എത്രയും വേഗം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം ഞാൻ ഓൾറെഡി ഈ ഒരു പൈൽ ചൂസ് ചെയ്തവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു, എല്ലാ കാര്യങ്ങളും കുറച്ചധികം ഡിലേ ആയിട്ട് കിട്ടുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും നടന്ന് കിട്ടാനായിട്ട് കുറച്ച് കാലതാമസം നിങ്ങൾക്ക് എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പൈൽ ചൂസ് ചെയ്തവർ ഒട്ടും നിരാശരാകേണ്ട കാര്യമില്ല. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സംരക്ഷണമുണ്ട്, ഒരു ശക്തി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും അത് തരണം ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ഒരു ശക്തി കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു പൈൽ ചൂസ് ചെയ്തവരുടെ സ്വഭാവ സവിശേഷതകളായിട്ടും അതുപോലെ അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളായിട്ടും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അത് റെസനേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഈ പൈലുമാണ് ചൂസ് ചെയ്തതെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള റീഡിംഗ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അനാവശ്യമായ ഒരു കാലതാമസം ഒഴിവാക്കുന്നതിനായിട്ടും അതുപോലെയുള്ള തടസ്സങ്ങൾ മാറ്റിക്കിട്ടുന്നതിനുമായിട്ട് നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുക. അപ്പോൾ എത്രയും വേഗം ഡിവൈൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ എടുത്തവരുടെ റീഡിംഗ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈലായിട്ടുള്ള ഏഞ്ചൽ നമ്പർ 8888 എന്നുള്ള കാർഡ് ചൂസ് ചെയ്തവരുടെ സ്പ്രെഡ്. ഇവിടെ നമ്മൾ സെക്കൻഡ് പൈലായിട്ട് വെച്ചിരുന്നത് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള കാർഡാണ്. അതുപോലെ തന്നെ സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്നത് ദ വേൾഡ്, 9 ഓഫ് സോർഡ്സ്, ടെമ്പറൻസ്, 2 ഓഫ് കപ്സ്, 4 ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് കപ്സ്, ദ എംപ്രസ് ആൻഡ് പേജ് ഓഫ് വോൺസ്.
ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു കാർഡ്സിൻ്റെ എനർജി പറയുന്നത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളായ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു നെടുന്തൂണായിരിക്കണം. അതായത് നിങ്ങളാണ് ആ ഒരു ഫാമിലിയുടെ ന്യൂക്ലിയസ് എന്ന് പറയാം. അതായത് നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ആ ഒരു കുടുംബത്തിലുള്ള മറ്റുള്ള അംഗങ്ങളെല്ലാവരും ഉള്ളത്. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അവിടുത്തെ ഒരു ഏണിംഗ് മെമ്പർ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ മൊത്തം സന്തോഷവും നിങ്ങളിലുള്ളതായിരിക്കാം. ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ പ്രാധാന്യം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് സാക്രിഫൈസ് ചെയ്യാനും നിങ്ങൾ റെഡിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പൈല് ചൂസ് ചെയ്തതിൽ ഭൂരിഭാഗം ആൾക്കാരും വിദേശത്ത് ജോലി എടുക്കുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവരോ ആയിരിക്കും. കൂടാതെ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കണം നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യാത്ര പോകാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കണം. ഇവിടെ ഈ പൈല് ചൂസ് ചെയ്തവരുടെ ഒരു പ്രധാന അവരുടെ ഒരു ആകർഷണം അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവെന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നത് അവരുടെ കാര്യങ്ങൾ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു പ്രത്യേകതയാണ്. അതായത് കുടുംബജീവിതത്തിലായാലും അല്ലെങ്കിൽ കരിയറിലായാലും എല്ലാം ആർക്കും ദോഷം വരാതെ അല്ലെങ്കിൽ എല്ലാവരെയും ഒന്ന് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്കറിയാം. എല്ലാം ഒരു പോരായ്മയില്ലാതെ നല്ല രീതിയിൽ ആരെയും വേദനിപ്പിക്കാതെ പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സഹനശക്തിയുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതായത് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് മടുപ്പ് തോന്നുകയോ അല്ലെങ്കിൽ ഒരു ഈർഷ്യ അനുഭവപ്പെടുകയൊക്കെ ചെയ്തേക്കാം. എങ്കിലും നിങ്ങൾ അതൊന്നും മറ്റുള്ളവരോട് കാണിക്കാറില്ല. നിങ്ങൾ കഴിവതും ഭൂമിയോളം ക്ഷമിക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന ആ ഒരു രീതി വരെ നിങ്ങൾ ക്ഷമിച്ച് നിൽക്കും. പക്ഷേ നിങ്ങളുടെ ആ ഒരു സഹനശക്തിയുടെ അതിർവരമ്പ് കടന്നു കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിഭീകരമായിട്ട് പൊട്ടിത്തെറിച്ചെന്നും വരാം. അതുപോലെ തന്നെ ഈ ഒരു പൈല് ചൂസ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം മനസ്സിലാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നിരിക്കണം. അത് ഒരു പക്ഷേ നിങ്ങൾ പ്രണയിച്ച വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വളരെയധികം ആത്മാർത്ഥമായ സുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അങ്ങനെ ആരെങ്കിലും ആവാം. അപ്പോൾ അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ലോകത്ത് വേറെ ആർക്കും സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് നിങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. ഈ പൈല് ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അത് ഈ അടുത്തൊരു സമയത്തായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വളരെയധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ ആകെ ഒന്ന് നിങ്ങളെ പിടിച്ച് കുലുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിലർ ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് കരകയറാനായിട്ടുള്ള ശ്രമത്തിലാണ്. അതായത് ആ ഒരു ട്രോമ അവരെ വേട്ടയാടുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയധികം അവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതെല്ലാം മറന്ന് ഒന്ന് സാധാരണ ജീവിതവുമായിട്ട് ഇഴുകിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റു ചിലർക്ക് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് ഇതുവരെ കരകയറി പോരാൻ സാധിച്ചിട്ടില്ല. കാരണം അവരത് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കേണ്ട എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ കൂടിയും അവരെ അനാവശ്യമായിട്ടുള്ള ഒരു തരം ടെൻഷനും ഡിപ്രഷൻ, ആങ്സൈറ്റി, ഭയമൊക്കെ അവരെ വേട്ടയാടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് ഇതുവരെ രക്ഷപ്പെട്ട് പുറത്തേക്ക് കടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതായത് ഈ ഒരു അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഇവർ കടന്നു പോകുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ട് പോരാൻ കഴിയാതെ അവരിപ്പോഴും അതിൽ തന്നെ ഒരു ലൂപ്പിൽ പെട്ട പോലെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാനില്ലാത്തതുപോലെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നഷ്ടപ്പെട്ടതുപോലെയുള്ളൊരവസ്ഥ. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്കെതിരായി തീർന്നോ, മൊത്തത്തിലൊരു നിരാശ ബാധിച്ച അവസ്ഥയിലായിരിക്കണം കുറേ ആളുകൾ. അതുപോലെ തന്നെ ഈ ഒരു പൈല് ചൂസ് ചെയ്തവരിൽ പലരും ലൗകിക സൗകര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് സ്നേഹബന്ധങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിൽ പലരും ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ വലുതായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനോ അന്വേഷിക്കാനോ ആരുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പുതിയതായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ, ചിലപ്പോൾ അടുത്തൊരു സൗഹൃദ ബന്ധമാവാം, അല്ലെങ്കിൽ ഒരു പുതിയ പ്രണയമാവാം, ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാന്നിധ്യം കടന്നു വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഈശ്വര വിശ്വാസമുള്ള വ്യക്തികളാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ കരുതുന്നുണ്ട് എൻ്റെ ഭഗവാൻ അല്ലെങ്കിൽ എൻ്റെ ഈശ്വരൻ
എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും, അല്ലെങ്കിൽ എനിക്കൊരു നേർവഴി കാണിച്ചു തരും, ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഞാൻ കരകയറി പോരും എന്നുള്ള ഒരു ദൈവവിശ്വാസം നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് തളർന്നു പോയേക്കാം, കുറച്ചു നേരം ഒന്ന് വിഷമിച്ചിരുന്നേക്കാം, അല്ലെങ്കിൽ ദൈവത്തിനോട് പരാതി പറഞ്ഞേക്കാം. എങ്കിലും നിങ്ങളുടെ സ്ഥായിയായ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, എന്നെ രക്ഷപ്പെടുത്തും, എനിക്കൊരു നല്ല ഭാവി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളരെ പക്വമായ സമീപനത്തോടു കൂടി കാര്യങ്ങൾ കാണുന്ന വ്യക്തിയാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാവരും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട്. ഏത് മേഖലയിലാണെങ്കിലും എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്, ക്ഷമ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെയധികം കുട്ടിത്തമുള്ള വ്യക്തികളാണ്. അതായത് വളരെ നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണെന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഒരു 50 വയസ്സോ 60 വയസ്സോ ഉള്ളവരൊക്കെ ആയിരിക്കാം. എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ ഒരു എന്താ പറയുക, ഒരു സ്നേഹം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു സ്നേഹം കിട്ടാൻ കൊതിക്കുന്ന, അതുപോലെ കാര്യങ്ങൾ കൗതുകകരമായിട്ട് കാണുന്ന, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ബാല്യകാലത്ത് ഉണ്ടാവുന്ന ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു നിഷ്കളങ്കത നിങ്ങളുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവർ നിങ്ങളോടൊരു തെറ്റ് ചെയ്താൽ കൂടിയും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവർത്തികൾ അവർ ചെയ്തിരുന്നാൽ പോലും അവർക്ക് ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സ് നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പയൽ ചൂസ് ചെയ്തവരിൽ ഭൂരിഭാഗം വ്യക്തികളും വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാവാനാണ് സാധ്യത. വിവാഹം കഴിഞ്ഞ് കുടുംബമായിട്ട് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വ്യക്തികളാണ് ഈ ഒരു പയൽ ചൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതൽ. ഇനി ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു കാര്യം നടക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി അതിൻ്റെ ഒരു കാലതാമസം അല്ലെങ്കിൽ എത്ര നാൾക്കുള്ളിൽ അത് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയും വേഗം എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിനായിട്ട് ഏറ്റവും അനുയോജ്യമായ തീയതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 13, 22, 31 എന്നീ തീയതികളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നിങ്ങളൊരു പയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആദ്യം തൊട്ട് അവസാനം വരെ പറയുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് റെസണേറ്റ് ആവുന്നതാണോ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞ സ്വഭാവ ഗുണഗണങ്ങൾ നിങ്ങളുടേതാണോ എന്ന് നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം അതും നിങ്ങൾ സെലക്ട് ചെയ്ത പയലും ഒന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പയൽ റെസണേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പയലിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എത്രയും വേഗം സാധിച്ചു കിട്ടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ്.